നമസ്കാരം. നിരന്തരമായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമിന്റെ ക്യാപ്റ്റനെ ആ സ്ഥാനത്തുനിന്ന് മാറ്റുക എന്നത് വലിയ അപരാധമാണ്. എന്നാൽ നിരന്തരമായി തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാപ്റ്റനെ വീണ്ടും ക്യാപ്റ്റൻ സ്ഥാനത്ത് നിലനിർത്തുക എന്ന് പറയുന്നത് അതിലേറെ അപരാധമാണ്. ഏതാണ്ട് ഇതുപോലെയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, ലോക്സഭാ തിരഞ്ഞെടുപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഈ 3 തിരഞ്ഞെടുപ്പുകളിലും വലിയ തോതിൽ പരാജയം ഏറ്റുവാങ്ങിയ ശേഷം അന്ന് അതിന്റെ കാരണക്കാരനായിരുന്ന കാരണഭൂതനെ വീണ്ടും പ്രതിപക്ഷ നേതാവായി കൊണ്ടുവരിക എന്നത് ഏറ്റവും വലിയ അത്ഭുതമായി ആൾക്കാർക്ക് തോന്നുന്നുണ്ട്. അതിൽ തെറ്റുമില്ല. ഏതാണ്ട് ഒരു 15 വർഷക്കാലം പാർട്ടി സെക്രട്ടറിയായും പിന്നീട് 10 വർഷക്കാലം മുഖ്യമന്ത്രിയായും ഇരിക്കുക വഴി പിണറായി വിജയൻ തനിക്ക് അനുകൂലമായ പാത വെട്ടി ഒരുക്കുകയായിരുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. കാരണം ഉൾപാർട്ടി ജനാധിപത്യം ഉൾപ്പെടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നവന്റെ നാക്ക് അരിഞ്ഞു തള്ളുക എന്ന ഒരു ശീലം പോലും പാർട്ടിക്കകത്ത് നിലകൊണ്ടു. ഒരുപക്ഷെ നമുക്കതിനെ പാർട്ടി ഒറ്റക്കാട്ടാണ് എന്ന ഒരു തോന്നൽ ഉണ്ടാക്കിയിരുന്നു. ഏതാണ്ട് അച്യുതാനന്ദന്റെ കാലഘട്ടത്തിനു ശേഷം പാർട്ടിക്ക് പിണറായി വിരുദ്ധന് എതിരായ അഭിപ്രായങ്ങൾ ഉയർന്നു വരാത്ത ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഏതാണ്ട് ഇതേ അർത്ഥത്തിലാണ് ഈ പുതിയ നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് അവസാനം കുറിച്ചത്. ഒരുപക്ഷെ പിണറായി വിജയൻ എന്ന ഒരു രാഷ്ട്രീയക്കാരന്റെ പൊയ്ക്കാലുകളിൽ വീണ്ടും മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് പ്രസ്ഥാനം എന്ന രീതിയിൽ CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പല തോതിലുള്ള മുറുമുറുപ്പുകളും പാർട്ടിക്കകത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. രാജാവ് നഗ്നനാണ് എന്ന് തുറന്നു പറയാനുള്ള ആർജവം ഇല്ലാതായി പോയ അണികളിൽ ചിലർക്ക് മുറുമുറുപ്പുണ്ട്. ചില ലോക്കൽ കമ്മിറ്റികളിലും അങ്ങിങ്ങായി ചില പ്രതിഷേധങ്ങളും ഉയർന്നു വരുന്നു എന്നുള്ളതല്ലാതെ വീണ്ടും പാർട്ടിയെ തന്റെ പിടികളിൽ ഒതുക്കി വീണ്ടും മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇന്നലെ നിയമസഭയിൽ ചില കാര്യങ്ങൾ അരങ്ങേറിയത്. സാധാരണഗതിയിൽ നമ്മൾ തുലവും ഒരു മിതഭാഷിയായും മറ്റും കണക്കാക്കിയിരുന്ന ബാലഗോപാൽ എന്ന് പറയുന്ന മുൻ മന്ത്രി സഭയിൽ ഒരു അടിയന്തര പ്രമേയത്തിന് അനുമതി ചോദിച്ചുകൊണ്ട് സജി ചെറിയാൻ അവതരിപ്പിച്ച ഒരു പ്രമേയത്തിന്മേൽ മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന ഫിഷറീസ് മന്ത്രി, അത് കുറച്ചൊരു എക്സ്റ്റൻഷന് വേണ്ടി ഷിബു ബേബി ജോൺ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത്, അതായത് ഈ അടിയന്തര പ്രമേയത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത് ഈ ട്രോളിംഗ് സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ഉള്ള ആനുകൂല്യങ്ങൾ താമസിക്കുന്നത് വലിയ ദുരിതം അവർക്കുണ്ടാക്കുന്നു എന്ന ഒരു അടിയന്തര പ്രമേയത്തിനാണ് അതിന് മറുപടിയാണ് മന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സാഹചര്യത്തിലാണ് മുൻ മന്ത്രി ഷിബു ബേബി ജോൺ ഇടപെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്ത് തണൽ പദ്ധതിയുടെ ഭാഗമായി കൊടുത്തിരുന്ന ചില ആനുകൂല്യങ്ങൾ LDF സർക്കാരാണ് നിർത്തലാക്കിയത് എന്ന വാദം ഉന്നയിച്ചത്. സ്വാഭാവികമായും അവിടെ ഒരു തിരുത്തലുമായി പിണറായി വരുന്നില്ല എന്ന് കണ്ട ബാലഗോപാൽ പലപ്പോഴും കമ്മിറ്റികൾക്കകത്ത് പിണറായിയെ എതിർക്കാനുള്ള ആർജവം ഇല്ലാതായി പോയ അണികൾ, പക്ഷെ അങ്ങനെ എതിർത്താൽ പോലും തങ്ങൾക്കൊരു പിന്തുണ ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ അണികൾ ആ ഒരു മേഖല വിട്ടിട്ട് ഒരു വലിയൊരു കൂട്ടായ്മ ഇതിന്റെ ഭാഗമായി നിന്നാൽ മാത്രമേ സ്വാഭാവികമായും പിണറായി വിജയനെ പോലെ കരുത്തനായ ഒരാൾക്കെതിരെ ഒരു അഭിപ്രായം പറയാൻ പോലും നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ അത് മനസ്സിലാക്കിയിട്ടാകണം ബാലഗോപാൽ ഷിബു ബേബി ജോണിന്റെ ഈ പ്രസ്താവനയെ നേരിട്ട് എതിർക്കാൻ എഴുന്നേറ്റത്. അവിടെ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറിയ ഒരു രംഗമാണിത് നിയമസഭയുടെ. കാരണം ഈ തന്റെ അഭിപ്രായം പറയുന്ന സമയത്ത് ബാലഗോപാൽ പിണറായി വിജയനെ നോക്കുന്നുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ കേട്ടുകൊണ്ടുവരുന്നിട്ട് കാര്യമില്ല, ഇതിനൊക്കെ മറുപടി പോകാതെ പറയുന്നത് ശരിയല്ല, ആരോ എവിടെയോ എന്തോ പറഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ ഇത് കേൾക്കാതെ പോകരുത്, രാഷ്ട്രീയം പറയാനുള്ള വേദിയാക്കി നിയമസഭയെ മാറ്റുകയാണ് ഷിബു ബേബി ജോൺ ചെയ്തത് എന്നൊക്കെയുള്ള, അതായത് പിണറായി മറുപടി പറയുന്നില്ല, ഇങ്ങനെ പറയാതിരിക്കുന്നതിന് അർത്ഥമില്ല, ഇതിന് മറുപടി പറഞ്ഞേ പോകാൻ കഴിയൂ, ഇത് താങ്കൾ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ പറയും, ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറയാതെ പറയുകയായിരുന്നു ബാലഗോപാൽ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു കാര്യം ഓർക്കണം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഒരു മത്സരത്തില് പോർച്ചുഗീസുമായിട്ടുള്ള മത്സരത്തിൽ ക്രൊയേഷ്യ പോർച്ചുഗീസ് മത്സരത്തിന്റെ ഏതാണ്ട് ഒരു 10 മിനിറ്റ് മാത്രം അവശേഷിക്കുന്ന സമയത്താണ് ലോക ഫുട്ബോളിന്റെ ഏറ്റവും വലിയ മികച്ച കളിക്കാരിൽ ഒരാളായ റൊണാൾഡോയെ മാറ്റി നിർത്താനുള്ള ഏതാണ്ട് 10 മിനിറ്റ് മാത്രമേ കളി അവസാനിക്കാൻ ബാക്കിയുള്ളൂ. റൊണാൾഡോയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കളി ജയിക്കില്ല എന്ന് അറിയുന്ന റോബർട്ടോ മാർട്ടിനസ് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ഉള്ള ഒരു ആർജവം കാട്ടി. ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു ആർജവമാണ് 10 മിനിറ്റ് ശേഷം പകരക്കാരായി ഇറങ്ങിയ ആളിന്റെ കൂടിയ ഒത്തൊരുമയിൽ ഈ ജയം പോർച്ചുഗലിന് സമ്മാനിച്ചു. ഒരുപക്ഷെ കൈവിട്ടു പോകുമായിരുന്ന ഒരു ജയം തിരികെ പിടിക്കുകയായിരുന്നു ഈ ക്യാപ്റ്റനെ മാറ്റുക വഴി ആ കോച്ച് ചെയ്തത്. നമ്മുടെ നാട്ടില് CPMന് സ്വാഭാവികമായും താങ്കൾ ആണ് പരാജയത്തിന് മുഖ്യ കാരണക്കാരൻ എന്ന് പറയാനുള്ള ആർജവം
നമ്മുടെ ആൾക്കാർക്ക് ഇല്ലാതെ പോയതിനാലാണ്. അല്ലെങ്കിൽ പിണറായി വിജയൻ സ്വാഭാവികമായും പാർട്ടി കമ്മിറ്റികളിൽ ചോദ്യം ഉയർത്തിയിട്ടുണ്ടാവും, ഞാനല്ലാതെ മറ്റാരുണ്ട്. ഈ ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന ചോദ്യം പാർട്ടി കമ്മിറ്റികളിൽ ഉയർത്തുന്ന പിണറായി വിജയനെ മറു ഉത്തരം കൊണ്ട് മറ്റു ഉത്തരങ്ങൾ കൊണ്ട് നേടാൻ പാർട്ടി അണികൾക്ക് കഴിവില്ല. ഈ കഴിവില്ലായ്മയാണ് ഉൾപാർട്ടി ജനാധിപത്യം ഉൾപ്പെടെ വെട്ടിനിരത്തിക്കൊണ്ട് പിണറായി വിജയൻ കഴിഞ്ഞ കാലങ്ങളിൽ തനിക്ക് അനുകൂലമായി കാര്യങ്ങളെ കൊണ്ടുപോയി മാറ്റിയെടുത്തത്. സ്വാഭാവികം അതിന്റെ ഒരു പരിണാമമാണ് ഈ പാർട്ടി വൃത്തങ്ങളിൽ അദ്ദേഹത്തിനെതിരെ ഒരു വാക്ക് പറയണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എങ്കിൽ കൂടിയും രാജ്യത്തിന്റെ കാരണങ്ങൾ വിശകലനം ചെയ്യുന്ന സമയത്ത് അത് ഓരോന്നായി പറയുകയും അതിനനുകൂലമായ തീരുമാനം എടുക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടി പ്രവണതയ്ക്ക് ആദ്യമായി മൂക്ക് കയറിട്ടത് പിണറായി വിജയനാണ്. സ്വാഭാവികമായും ഈ 102 എന്ന് പറയുന്ന ഒരു അംഗബലത്തിലേക്ക് UDF-നെ നയിച്ചത് പിണറായി വിജയന്റെ ഈ ധാർഷ്ട്യത്തെ അതേപടി നേരിട്ട ഒരു സതീശനാണ് ആ ഒരു വിജയം സിദ്ധിച്ചെടുത്തത്. കാരണം ഈ തെറിക്ക് ഉത്തരം മുറിപ്പത്തൽ എന്ന് പറയുന്നത് പോലെ, ഉരുളയ്ക്കുപ്പേരി എന്ന് പറയുന്നത് പോലെ പിണറായി വിജയനെ അതേ നാണയത്തിൽ നേടാനുള്ള ആർജവം കാണിച്ച സതീശന് തന്റെ അനുയായികളിൽ നിന്ന് നേരിട്ട സ്വീകരിക്കാൻ കഴിഞ്ഞ ഒരു പിന്തുണയുടെയും കൂടി ബലത്തിലാണ് ഈ 102 എന്ന് പറയുന്ന അംഗബലത്തിലേക്ക് അവർ എത്തിയത്. സ്വാഭാവികമായും ഇതെല്ലാം കാണുമ്പോഴും പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ ആ മനുഷ്യൻ തന്നെ വീണ്ടും ക്യാപ്റ്റനാക്കി വെച്ചുകൊണ്ട് CPM കാണിക്കുന്ന ഈ ഒരു തന്ത്രം, ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ആ തന്ത്രം പാളുന്ന കാഴ്ച ഇന്നലെ കേരളം മുഴുവൻ കണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 10 മിനിറ്റ് നേരത്തേക്ക് നമ്മുടെ റൊണാൾഡോ എന്ന് പറയുന്ന മനുഷ്യനെ മാറ്റി നിർത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുഖത്ത് വന്ന ഭാവം ലോകം കണ്ടതാണ്. വല്ലാത്ത അമർഷത്തോടൊപ്പം പക്ഷെ അത് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പുറത്തു പോവുകയാണ്. അപ്പോൾ ഒരുപക്ഷെ തോറ്റിരുന്നെങ്കിൽ സ്ഥിതി വേറെ ആയാലേ. അപ്പൊ അതേപോലെയുള്ള പിണറായി വിജയന്റെ മുഖഭാവത്തെ പോലും ഭയക്കുന്ന, അങ്ങനെ ഭയം ഉള്ളതുകൊണ്ട് മാത്രം അഭിപ്രായങ്ങൾ പറയാൻ സാധിക്കാതെ വെറും മൗനിഭാവങ്ങളായിരിക്കുന്ന പാർട്ടി അംഗങ്ങളിൽ നിന്ന് ഇനി ഒന്നും നേടാനില്ല എന്ന തിരിച്ചറിവിന്റെ കൂടി ബലത്തിലായിരുന്നിരിക്കണം ഒരുപക്ഷെ ബാലഗോപാൽ ഇന്നലെ സ്വതവേ ശാന്തനായി കാണുന്ന ബാലഗോപാൽ വളരെ ആക്രോശത്തോടുകൂടി ഷിബു ബേബി ജോണിനെ നേരിടാൻ വന്നത്. ഇത് സഭാരേഖകളിൽ നിന്ന് മാറ്റം ചെയ്യണം. ഇത് വളരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുകയും ചെയ്തു. കാരണം അതായത് ഒരു 1000 ടോണുകളാണ് തനിക്ക് എന്താണോ താനൊന്നും മിണ്ടാത്തത്, എന്താണോ താനിനി നന്നാവാത്തത് എന്ന മറ്റുള്ള ടോണുകൾ പോലും ഇന്നലെ സോഷ്യൽ മീഡിയ ആഘോഷമാക്കി മാറ്റുന്ന കാഴ്ചയാണ് കണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരാളെങ്കിലും പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു പറ്റം ആൾക്കാർ പാർട്ടിയിൽ ഒരുപക്ഷെ ഈ ഇത്തരം ഒരു അഭിപ്രായത്തിന് പിന്തുണ നൽകുന്നവരുണ്ടാകാം. സാഹചര്യങ്ങൾ പലതുകൊണ്ടും അവർക്ക് മിണ്ടാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയ്ക്ക് ഒരു ലംഘനമാണ്. അത് മറികടന്നുകൊണ്ടാണ്, ആ രേഖകൾ മറികടന്നുകൊണ്ടാണ് ഇന്നലെ പിണറായി വിജയൻ ഇരിക്കെ അദ്ദേഹം മൗനിയായിരിക്കവേ ഷിബു ജോൺ പടർന്നു കയറവേ ഇവരുടെ വാക്കുകൾക്ക് ആരും മറുപടി പറയാതിരിക്കവേ ആ വേദിയിൽ അദ്ദേഹത്തിന്റെ മുൻപിൽ തൊട്ടുപുറകിലായിട്ട് മൊയ്തീനുണ്ട്, സജി ചെറിയാനുണ്ട്, റിയാസ് ഉണ്ട്. ഇവരെല്ലാം മറികടന്നുകൊണ്ടുള്ള ബാലഗോപാലിന്റെ പ്രകടനം. ഞാൻ പറഞ്ഞു വരുന്നത്, സ്വാഭാവികമായും പാർട്ടി നേരിടുന്ന അല്ലെങ്കിൽ പാർട്ടിക്ക് സംഭവിക്കേണ്ടുന്ന ഒരു വലിയ പരാജയത്തിന്റെ ഉത്തരവാദി താനാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്, പറയാതെ പറയുകയാണ് ബാലഗോപാൽ ഇന്നലെ സഭയെ ചെയ്തത്. നമ്മൾ ഒരു കാര്യം കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈ ഇന്നലത്തെ സംഭവ വികാസത്തോടുകൂടി ഇതോടൊപ്പം തന്നെ ഇനി കൂടുതൽ താൻ അവിടെ നിന്ന് കേൾക്കാൻ തനിക്ക് മടിയുണ്ടോ എന്നുള്ള മട്ടിൽ പിണറായി അപ്പോൾ തന്നെ എഴുന്നേറ്റ് ഈ ബാലഗോപാലിന്റെ ഈ ആക്രോശം, ഷിബു ബേബി ജോണിനെതിരായുള്ള ആക്രോശം കേട്ട മട്ടിൽ തന്നെ പിണറായി തന്റെ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുകയും നിയതമായ രീതിയിലല്ല സഭ ചലിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ തുടരാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലൊരു ബാന്ധവമുണ്ട് എങ്കിൽ കൂടിയും അത് മാറ്റിവെക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പിണറായി മാറുകയാണ് ചെയ്യുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, ഈ നിയതമായ ശൈലിയിലല്ല സഭ സഞ്ചരിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് ഈ നിലപാടിനോട് അനുകൂലിക്കാൻ നമുക്ക് സാധ്യമല്ല. അവിടെയും വളരെ രസകരമായ ചോദ്യം ഉദിക്കുന്നുണ്ട്. ഈ നിയതമായ രീതിയിലാണ് സഭ സഞ്ചരിച്ചത് എന്നിപ്പോ നമുക്കറിയാം. KM മാണി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ബജറ്റ് അവതരിപ്പിക്കാൻ സഭയിലേക്ക് വന്ന സമയത്ത് നിയതമായ രീതിയിലായിരുന്നു വന്ന സഭ ഇതിലുള്ള കാര്യങ്ങൾ നടന്നത്. അപ്പോൾ ഇതൊന്നും പറയാൻ അർഹനല്ലാത്ത പിണറായി വിജയൻ ഇന്നലെ കേവലം ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് മാത്രം പറഞ്ഞ ഒരു വിഷയത്തെ ഖണ്ഡിച്ചുകൊണ്ട് അതിനെതിരെ ഒരു പെരുമാറുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ട് ബോയ്ക്കോട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. അവിടെ വച്ച് രംഗം അവസാനിക്കുകയാണ് എങ്കിൽ കൂടിയും പാർട്ടിയിൽ വരും നാളുകളിൽ സംഭവിക്കാനിടയുള്ള ഒരു വലിയ ഒച്ചയ്ക്ക് തുടക്കമാണ് ഇന്നലെ സഭയിൽ ബാലഗോപാല് പറഞ്ഞു വച്ചത്. ഇതിൽ നിന്ന് ആർജവം വെച്ചുകൊണ്ട് എന്തേലും ചെയ്താൽ മാത്രമേ ഏതെങ്കിലും സാഹചര്യത്തിൽ ത്രിപുരയിലോ ബംഗാളിലോ സഞ്ചരിച്ച ഇടതുപക്ഷ വണ്ടിക്ക് ഇനി നാളെ കേരളത്തിൽ ഒരിക്കൽ കൂടി ഓടണമെന്നുണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും സാധ്യതകൾ ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നേ കഴിയൂ എന്നാണ് ബാലഗോപാൽ ഇന്നലെ പറയാതെ പറഞ്ഞു വച്ചത്.